ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ ജനുവരി നമ്മൾ ആഘോഷങ്ങളുടെയും പെരുന്നാളുകളുടെയും ഒരു കാലമാണ്. ജനുവരി 20-ാം തീയതി നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. കേരളത്തിലെ പല ദേവാലയങ്ങളും ഉണ്ട് സെബസ്ത്യാനോസിന്റെ പേരിലുള്ള നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ പോകുന്ന ദേവാലയം. എന്നാൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന സെന്റ് മേരീസ് ഫൊറോന ദേവാലയം, അതിരമ്പുഴയിലെ സെന്റ് മേരീസ് ഫൊറോന ദേവാലയമാണ് വിശുദ്ധ സഞ്ചാരത്തിലൂടെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസേ ആശ്രിത വത്സലനേ, അതിരമ്പുഴ പള്ളിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് മുണ്ടകത്തിലച്ഛനാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിരമ്പുഴ പള്ളിയിലേക്ക് മാക് ടിവി ടീം അംഗങ്ങൾക്ക് സ്വാഗതം. അച്ഛാ, അതിരമ്പുഴ പള്ളിയുടെ ഒരു ചരിത്രം ഒന്ന് പറഞ്ഞു തരാമോ? ഈ പള്ളിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു കത്തോലിക്ക ദേവാലയമാണ് ഇത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 835-ലാണ് ഇതിൻ്റെ സ്ഥാപനം. കുറവിലങ്ങാട് പള്ളിയിൽ നിന്ന് ഇവിടെ ഏറ്റുമാനൂർ 3 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി താമസിച്ചിരുന്ന ജനങ്ങളാണ് ഇതിൻ്റെ ആദ്യത്തെ അംഗങ്ങൾ. 5 കുടുംബങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഇടവകയിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇടം, തടം, തെക്കേടം, മാത്തൻകുന്ന്, മണ്ണാർകുന്ന്, ഇങ്ങനെ 5 കുടുംബങ്ങളാണ് ഈ ഇടവകയിൽ അംഗങ്ങളായി ചേർന്നത്. അവരുടെ പ്രവർത്തനപരമായിട്ടാണ് ഈ ഇടവക രൂപപ്പെട്ടത്. ഇതിൻ്റെ ചരിത്രം വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ 8-1 ഇല്ലം എന്ന് പറയുന്നൊരു നമ്പൂതിരി ഇല്ലം ഉണ്ടായിരുന്നു. ആ നമ്പൂതിരി ഇല്ലത്തിലെ കാരണവർക്ക് ആൺ സന്തതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു കത്തോലിക്കൻ അദ്ദേഹത്തെ ഉപദേശിച്ചു കന്യകാമാതാവിൻ്റെ മധ്യസ്ഥത വിളിച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആ ഇല്ലത്തെ നമ്പൂതിരിക്ക് ഒരാൺ സന്താനം ജനിച്ചു. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹം കരമൊഴിയെ ഈ ഭൂമി നമുക്ക് നൽകിയത്. ആ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയാണ് മാതാവിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. പിൽക്കാലത്ത് ആ ദേവാലയം അതിൻ്റെ സൗകര്യങ്ങൾ പരിമിതമായി കണ്ടപ്പോൾ അവിടെ നിന്ന് ദേവാലയം ഈ സ്ഥലത്തേക്ക് മാറ്റി പണിയാൻ തുടങ്ങി. ഈ സ്ഥലത്ത് ദേവാലയം പല പ്രാവശ്യം പുതുക്കി പണിതിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പണിതിട്ടുള്ളത് 1962 പണി തുടങ്ങി 65 രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം വെഞ്ചരിച്ച ഒരു ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദേവാലയം. അച്ഛാ, 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ദേവാലയം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ 2 പള്ളികൾ കാണാം. അച്ഛൻ പറഞ്ഞ ഒരു കൊച്ചുപള്ളിയുണ്ട്, ഇപ്പം നമ്മൾ പണി കഴിപ്പിച്ച ഈ പുതിയ പള്ളിയുമുണ്ട്. അപ്പം ഈ 2 പള്ളികളുടെയും ഒരു നിർമ്മാണവും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ അച്ഛാ? ഇവിടെ മസൂരി എന്നൊരു രോഗം വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ മസൂരി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥ സഹായം വിളിച്ച് അപേക്ഷിച്ചു. ആ മധ്യസ്ഥ സഹായം കൊണ്ടാണ് ഇവിടെ മസൂരി ഇല്ലാതെയായത് എന്നുള്ളൊരു ബോധ്യം ഇവിടുത്തെ ജനങ്ങളെ ഭരിക്കുന്നുണ്ട്. അതിൻ്റെ നന്ദി സൂചകമായിട്ട് പണിത ഒരു ദേവാലയമാണ് ആ ദേവാലയം ഇപ്പോൾ കാണുന്ന ചെറിയ ദേവാലയം. അത് ചെറിയ പള്ളി എന്ന് വിളിക്കുന്നെങ്കിലും തിരുനാളിൻ്റെ അവസരങ്ങളിൽ 20-ാം തീയതി തുടങ്ങി 24-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്നത് അവിടെയാണ്. ആ തിരുസ്വരൂപം അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ തിരുക്കർമ്മങ്ങളൊന്നുമില്ല. തിരുക്കർമ്മങ്ങളെല്ലാം അവിടെയാണ് നടക്കുക. വിശുദ്ധനോടാണ് കൂടുതൽ മധ്യസ്ഥ സഹായം ഇവിടെയുള്ള ആളുകൾ അപേക്ഷിക്കുന്നത്. കാരണം വിശുദ്ധ സെബസ്ത്യാനോസാണ് ഈ പള്ളിയുടെ ഉപമധ്യസ്ഥൻ. ഈ സെബസ്ത്യാനോസിന്റെ പല രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിരമ്പുഴ പള്ളിയിലെ രൂപത്തിനൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് പറയാമോ? അതിരമ്പുഴ പള്ളിയിൽ നാം കാണുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപത്തിന് ഒരു പ്രത്യേകതയല്ല, പല പ്രത്യേകതയുണ്ട്.
ഒന്ന് ആ രൂപത്തിൻ്റെ ആകാരം വളരെ ചെറിയ സാധാരണ സെബസ്ത്യാനോസ് ഏതായ രൂപം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നീളമൊക്കെയുള്ള രൂപം. ഈ രൂപം വളരെ ചെറിയ ഒരു രൂപമാണ്, ഏതാണ്ട് 2 അടി പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ രൂപത്തിൻ്റെ മുഖത്ത് വളരെ പ്രസന്ന ഭാവമാണ് ഉള്ളത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സെബസ്ത്യാനോസ് ഏതായ രൂപത്തിന്മേൽ അമ്പിൻ്റെ സാന്നിധ്യം ഇല്ല. അത് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി കലാകാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപമാണ്. വിശുദ്ധ സെബസ്ത്യാനോസെ അമ്പെയ്ത് കൊല്ലുവാൻ ഡയക്ലീഷ്യൻ ചക്രവർത്തി കൽപ്പനയിട്ടു എങ്കിലും അമ്പേറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത്. മൃതപ്രായനായ അദ്ദേഹത്തെ ഒരു വിധവയായ ഒരു സ്ത്രീ എടുത്ത് പരിചരിച്ച് വീണ്ടും ആരോഗ്യമായി വന്നപ്പോഴും ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ തിന്മപ്രവർത്തനങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഡയക്ലീഷ്യൻ ചക്രവർത്തി വീണ്ടും കൽപ്പനയിട്ടു സെബസ്ത്യാനോസിനെ ഗത കൊണ്ട് അടിച്ച് കൊന്ന് മൃതശരീരം ഓടയിൽ തക്കണം എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ഈ ചരിത്രത്തോട് കൂറ് പുലർത്തിക്കൊണ്ടാണ് ഈ സെബസ്ത്യാനോസ് സഹതായുടെ രൂപത്തിന് അമ്പുകൾ ഇല്ലാതെ നിർമ്മിച്ചത്. പകരം സെബസ്ത്യാനോസ് സഹതായുടെ രൂപത്തിൻ്റെ പിറകിലായിട്ട് കുറേയേറെ പൂക്കളും കാണും. ആ പൂക്കൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം പുഷ്പിച്ച ഒരു ജീവിതമാണ്, ദൈവവിശ്വാസത്തിൽ പുഷ്പിച്ച ഒരു ജീവിതമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പുറകിലത്തെ പൂക്കൾ നമ്മൾ വെച്ചിരിക്കുന്നത്. തിരുനാളിൻ്റെ പല ഫോട്ടോസ് കാണുമ്പോഴും ആ രൂപം എടുക്കുന്നത് അച്ഛന്മാരാണ്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഫോട്ടോസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ അങ്ങനെ? അത് ഇവരുടെ ഒരു ബഹുമാന സൂചകമായിട്ട് വെച്ചിരിക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് പരിശുദ്ധമായ ഒരു രൂപമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് പരിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന പുരോഹിതരെ മാത്രമേ സ്പർശിക്കാവൂ എന്നുള്ളൊരു ലോങ് ട്രഡീഷൻ മോഡലത്തിനായിട്ട് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ രൂപം വികാരേഷൻ എടുത്ത് അതിനുവേണ്ടി ഒരു ചെറിയ രൂപക്കൂടുണ്ട്. ആ രൂപക്കൂട്ടിൽ വെച്ചിട്ട് കൈക്കാരന്മാർ അത് സംവഹിച്ച് രൂപക്കൂട്ടിനകത്താണ്. അപ്പോൾ രൂപത്തെ തൊടില്ല. ഈ രൂപക്കൂട്ടിൽ അവർ സംഭവിച്ച് വലിയ രൂപക്കൂട്ട് മോഡലത്തിൽ തയ്യാറാക്കിയിരിക്കും, അവിടേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് ഈ രൂപം കൊണ്ടുപോകുന്നത് ചെറിയ പള്ളി. പിന്നെ ദിവസം 24-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ അവിടെ. അച്ഛാ, 9-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ദേവാലയം എന്ന് പറഞ്ഞു. അപ്പം ഈ ദേവാലയത്തിന്റെ നിർമ്മാണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ? അൾത്താര, അതുപോലെ പള്ളിമണി, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഈ ദേവാലയത്തിലുണ്ടോ? ഈ പള്ളിയുടെ ഇപ്പം നാം കാണുന്ന അൾത്താര ഈ പള്ളി പണിതപ്പോഴുള്ള അൾത്താരയല്ല, അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അൾത്താര. പള്ളി പല പ്രാവശ്യം നവീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ നവീകരിച്ചപ്പോഴൊന്നും ഈ അൾത്താരയുടെ ഇത് നവീകരണം ചെയ്തിട്ടില്ല. അവരത് അതുപോലെ സൂക്ഷിക്കുകയാണ്. അവരെ അത്ര മനോഹരമായ ഒരു അൾത്താരയാണ്. ഈ അടുത്തതായി 10 കൊല്ലം മുമ്പ് അത് തങ്കത്താളുകൾ കൊണ്ടത് കുറച്ചുകൂടെ നവീനമാക്കി എന്നുള്ളത് വെച്ചാൽ അതിൻ്റെ കലാപരമായ പരിപാടികളൊന്നും മാറ്റിയിട്ടില്ല. ഇനി ഈ ദേവാലയത്തിലെ മണികളെ പറ്റി പറയാം. 3 മണികളാണ് മണിമാളികയിൽ. 85 അടി ഉയരമുള്ള മണിമാളികയിൽ. ആ 85 അടി ഉയരമുള്ള മണിമാളികയിൽ 3 മണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് സെയിൻറ്റ് മിഖേലിൻ്റെ പേരിലുള്ള മണിയാണ്, ഒന്ന് സെബസ്ത്യാനോസിൻ്റെ പേരിലുള്ള മണിയാണ്, ഒന്ന് കന്യാമാതാവിൻ്റെ പേരിലുള്ള മണിയാണ്. ഈ 3 മണികൾ വളരെ മ്യൂസിക്കൽ, അത് വളരെ അതിൻ്റെ സ്വരം കേട്ടാൽ നമ്മളുടെ വിചാരങ്ങൾ ദൈവത്തിലേക്ക് ഉയരും. അത്ര മനോഹരമായ മണികളാണ്. പ്രദക്ഷിണത്തിന് ഇവിടെ രൂപം ഇറങ്ങുന്ന സമയം മുതൽ രൂപം തിരിച്ച് പള്ളിയിൽ കയറുന്നത് വരെ ഇടതടവില്ലാതെ ഇളച്ചുകൊണ്ടിരിക്കും. അത് വളരെ ഭംഗിയായ മനോഹരമായ ഒരു സംഗതിയാണ്. അത് ഞാനും വളരെ ആസ്വദിക്കുന്ന ഒരു അതാണ് മണിയെ പറ്റി. പക്ഷേ ഒരുപാട് ചരിത്രമുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ളൊരു അതിരമ്പുഴ പള്ളി. അപ്പോൾ ഈ പള്ളിയിലേക്ക് എത്തുന്ന സന്ദർശകർക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനായിട്ട് ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് അവരനുവർത്തിക്കുന്ന നേർച്ചകൾ, ഇവിടെ വരുന്ന എല്ലാ ദിവസവും തന്നെ തീർത്ഥാടകർ അവർ വന്നാൽ അവർ കരുന്ന് എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത് രൂപക്കൂട്ടുകളിൽ കരുന്നുണ്ടാവും.
ആ കഴുന്നെടുത്ത് ആദരപൂർവ്വം അത് പ്രാർത്ഥന ചൊല്ലി കുരിശടിയിലേക്ക് ഒരു കൽക്കുരിശ്, ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്ന കൽക്കുരിശ്, ആ കൽക്കുരിശിന് ചുറ്റും എണ്ണ ഒഴിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തിരുനാൾ അവസരങ്ങളിലുള്ള ഒരു നേർച്ച, ഇത് കരുന്ന നേർച്ച എപ്പോഴും ഉണ്ട്. തിരുനാൾ അവസരങ്ങളിലുള്ള ഒരു മറ്റൊരു നേർച്ചയാണ് ഈ വിശുദ്ധൻ്റെ തിരുസ്വരൂപം വലിയ പള്ളിയിൽ സംവഹിച്ച് 20-ാം തീയതി ചെറിയ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തലേദിവസം 19-ാം തീയതി രാത്രി 12 മണി തുടങ്ങി ആ സ്റ്റെപ്പ് മുഴുവൻ ചാണകം, ആ സ്റ്റെപ്പിൽ മുഴുവൻ ചാണകം, എല്ലാ സ്റ്റെപ്പിലും. അത് ഓരോ കൊല്ലവും ആളുകൾ കൂടി വരികയാണ് ഈ ചാണകം വീഴുക. ഇനി മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ 24-ാം തീയതി പ്രദക്ഷിണം ഇങ്ങനെ വരുമ്പോൾ ഈ വിശുദ്ധൻ്റെ രൂപവും സംബന്ധിച്ചുകൊണ്ട് പള്ളി ചുറ്റിയാണ്. അവിടെ നമ്മുടെ ഇവിടുത്തെ ആദിവാസികൾ അവരവരുടെ മൂപ്പനുമായിട്ട് വന്ന് അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവർ നേർച്ച കാഴ്ചകളൊക്കെ നടത്തുന്നവരുമ്പോൾ വളരെ ഹൃദയാവർജനമായ ഒരു കാഴ്ച. അപ്പം അത് ഇവിടുത്തെയുള്ള ഒരു ആചാരമാണ്, തിരുനാളിന് സംവത്സരത്തിൽ മാത്രം. പിന്നെ ഇദ്ദേഹം ചോദിച്ച ചോദ്യം, ഇവിടെ മറ്റെന്തൊക്കെയാണ് കാണാനുള്ളത്? പ്രധാനമായിട്ടും പറഞ്ഞാൽ 2 കബറിടങ്ങൾ. ഒന്ന് നമ്മളുടെ സർവ്വ ഗോഡ്, നമ്മുടെ ശാന്താളമ്മയുടെ കബറിടം, അതായത് ആരാധനാ സന്യാസിനി സഭയുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള യാളശ്ശേരി പിതാവിൻ്റെ കൂട്ടത്തിൽ സഹകാരിയായി ആരാധനാ സന്യാസിനി സഭയ്ക്ക് രൂപം കൊടുത്ത ശാന്താളമ്മയുടെ കബറിടം ഇവിടെ മഠത്തിൻ്റെ ചാപ്പലിലുണ്ട്. രണ്ടാമത് ഇവിടെ കാണുവാനുള്ളത് സഹനദാസൻ എന്ന പേരിൽ വിളിക്കുന്ന ബേർഡിക്കച്ചിൻ്റെ കബറിടമാണ്. അതിവിടെ സ്മിത്തേരി പള്ളിയിലാണ്. അവിടെയും ജനങ്ങൾ വന്നിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത ലഭ്യമായതായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതാണ് ഇവിടെ എന്ത് എന്ന കാഴ്ച. പിന്നീട് ഉള്ളത് നമ്മളുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കൽക്കുരിശ്. ആ കൽക്കുരിശിനും ഒത്തിരി പാരമ്പര്യമുണ്ട്. പിന്നീട് നമ്മൾ ഇവിടെ പറയാനുള്ളത്, കാണുവാനുള്ള സംഗതി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ ഒന്നാണ്. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ പുറം മതിലിൽ അവിടെ ഈശോ കുഞ്ഞു മക്കളെ ഇങ്ങനെ സ്വീകരിച്ച് ആശീർവദിക്കുന്ന ഒരു കലാസൃഷ്ടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒത്തിരിയേറെ പേരെ ആകർഷിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ കാണാനായിട്ടുള്ളത് ഇവിടുത്തെ റോസറി ഗാർഡനാണ്. അത് പഴയ അതിനേക്കാൾ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് പരിഹരിച്ച് റോസറി ഗാർഡൻ എന്നുള്ളത് മാറ്റി റോസറി പാർക്ക് ആക്കി കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് കളിക്കാൻ ഉള്ള ഉപകരണങ്ങളൊക്കെ ഒരു പാർക്കിൽ ചെല്ലുന്ന പോലെ മീനെ വളർത്തുന്ന സ്ഥലമുണ്ട്. അവിടെ പാർക്കിന് നമ്മുടെ സീസോ തുടങ്ങിയ അതുപോലെയുള്ള നഴ്സറി സ്കൂളുകളിൽ കാണുന്ന കളിപ്പാട്ടങ്ങൾ ഒക്കെ ഉണ്ട്. അത് പിള്ളേർ നന്നായി ഉപയോഗിക്കും. മാത്രമല്ല അവിടെ ഒരു സെയിൻസ് കോർണർ, ആ സെയിൻസ് കോർണറിൽ 12 സ്ലീഹന്മാരുടെ ഫേസ് അവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് സെയിൻറ്റ് ബെനഡിക്റ്റിൻ്റെ ഒരു സ്റ്റാച്യു അവിടെയുണ്ട്. അങ്ങനെ ഒരു സെയിൻസ് കോർണർ. ഈ റോസറി പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ രഹസ്യങ്ങൾ അതിൻ്റെ ഒരു അവതരണം മാത്രമല്ല, മാതാവിൻ്റെ ലുത്തിനിയാണ് അത് ആർട്ടിസ്റ്റിക്കായിട്ട് അത് മുഴുവൻ ഡെപ്പിക്ട് ചെയ്ത് വരച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല പല മതത്തിലുള്ളവരെത്തി പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായ ഒരു ദേവാലയം, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവാലയം, അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന ചർച്ച്. ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്കായി പറഞ്ഞു തന്ന അച്ഛന് നന്ദി. നമ്മൾ ഇത്രയും നേരം കേട്ടതുപോലെ ഒരുപാട് കാര്യങ്ങളാൽ വ്യത്യസ്തമാണ് ഈ ഒരു ദേവാലയം. ശരിക്കും നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് ഇത് മുഴുവനായിട്ട് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്രയേറെ വ്യത്യസ്തതകളുണ്ട് ഈ ദേവാലയത്തിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ഇതെല്ലാം കാണുക, ഈ ദേവാലയത്തിലിരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക. വിശുദ്ധ സഞ്ചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.